100 വർഷത്തെ പാരമ്പര്യമുള്ള തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ഒരു വാരികയുടെ വെബ്സൈറ്റ് 2 ദിവസം മുൻപ് പെട്ടെന്ന് നിശ്ചലമായി. എത്ര തവണ ക്ലിക്ക് ചെയ്തിട്ടും വെബ്സൈറ്റിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഈ ഒരു പ്രശ്നത്തിന് പല കാര്യങ്ങളാണ് ആ വെബ് പേജിൽ മറുപടിയായി ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാരണം ഇതുമാത്രമാണ്. വാരികയുടെ കവർ പേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടു. 100 വർഷത്തെ പാരമ്പര്യമുണ്ട് വിഘടന്. തമിഴക രാഷ്ട്രീയത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും ഒക്കെ പൊള്ളുന്ന വിഷയങ്ങളാണ് വാരിക പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. മുഖചിത്രങ്ങളൊക്കെയും ആക്ഷേപഹാസ്യം നിറഞ്ഞ കാർട്ടൂണുകളായിരിക്കും. അത്തരത്തിൽ കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന വാരികയുടെ കവർ പേജാണ് വിഘടന് വിനയായത്. ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ രീതി രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. വിലങ്ങണിയിച്ച് മനുഷ്യാവകാശങ്ങളെ കാറ്റിൽ പറത്തി ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിച്ചതിൽ പ്രധാനമന്ത്രിക്ക് നേരെ വ്യക്തിപരമായ വിമർശനവും ഉയർന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ കൈവിലങ്ങണിഞ്ഞിരിക്കുന്ന മോദിയുടെ കാർട്ടൂൺ മുഖചിത്രമാക്കിയാണ് വിഘടൻ ഈ വിഷയത്തെ സമീപിച്ചത്. പിന്നാലെ വിമർശനവുമായി തമിഴ്നാട് BJP രംഗത്തെത്തി. പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചെന്ന് കാട്ടി ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കത്തയച്ചു. കത്ത് കിട്ടി മണിക്കൂറുകൾക്കകം വിഘടന് വിലങ്ങ് വീണു. സൈറ്റ് തുറക്കാനാകുന്നില്ല. അന്വേഷണ ഏജൻസികളുടെ വിലക്കുണ്ടെന്നാണ് ചില ഉപഭോക്താക്കൾക്ക് മറുപടി കിട്ടിയത്. കേന്ദ്ര സർക്കാർ നിരോധനമാണെന്നായിരുന്നു മറ്റു ചിലർക്ക് ലഭിച്ച മറുപടി. സൈറ്റ് തുറക്കാനാകുന്നില്ലെന്ന് വിഘടൻ സ്ഥിരീകരിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എക്കാലവും നിലകൊള്ളുമെന്നും പ്രഖ്യാപിച്ചു. വാർത്ത പടർന്നതോടെ ചിലർക്കൊക്കെ വെബ്സൈറ്റ് തുറക്കാനായി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്രത്തെ കടന്നാക്രമിച്ചു. മാധ്യമ സ്ഥാപനത്തിന് വിലങ്ങിടുന്നത് ഫാസിസമാണെന്ന് എക്സിൽ പോസ്റ്റ് ചെയ്തു. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ BJP ഇതര പാർട്ടി നേതാക്കളൊക്കെയും വിഘടന് പിന്തുണയുമായി രംഗത്തു വന്നു. വിജയും BJPയെ പ്രതിക്കൂട്ടിലാക്കി. വിലക്ക് ഫാസിസമല്ലാതെ മറ്റെന്താണെന്ന് ചോദിച്ചു. അപ്പോഴും BJP നേതാക്കൾ മിണ്ടിയില്ല. 1.5 ദിവസം കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി L മുരുകന്റെ പ്രസ്താവന എത്തി. വിഘടന് നേരെ നിയമ നടപടി ഉണ്ടാകും. അപ്പോൾ പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കകം വെബ്സൈറ്റ് ബ്ലോക്കായത് നടപടിയല്ലേ? അതോ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഇതൊന്നും അറിഞ്ഞില്ലേ? ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് നടപടി ഉണ്ടായതെന്ന് വിഘടൻ ആവർത്തിച്ചു പറയുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഫാസിസമാണ് നടക്കുന്നതെന്ന് ഓരോ ദിവസവും വിമർശിക്കുന്നയാളാണ് BJP പ്രസിഡന്റ് K അണ്ണാമലൈ. ഇതേ അണ്ണാമലൈ നൽകിയ പരാതിയാണ് വിഘടന്റെ വെബ്സൈറ്റ് ബ്ലോക്കിൽ ചെന്ന് നിൽക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെ വിഘടന്റെ മാനേജ്മെന്റിന് പറയേണ്ടത് കേൾക്കാതെ കേന്ദ്ര സർക്കാർ എടുത്ത ഈ നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് BJPക്കുള്ളിൽ തന്നെ സംസാരമുണ്ട്. വിമർശനാത്മകമായ ഒരു കാർട്ടൂണിന്റെ പേരിലാണ് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വിഘടനെ കേന്ദ്ര സർക്കാർ വിരട്ടിയിരിക്കുന്നത്. വിഘടൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ട്. മറുപടി അതിപ്രധാനമാണ്.